നമ്മളപ്പോൾ പോളിഗൺസ് വരെയാണല്ലേ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ പോളിഗൺസ് ചാപ്റ്റർ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മനോരമ ഹൊറൈസന്റെ യൂട്യൂബ് ചാനലിൽ കയറി നേരത്തെ വീഡിയോ കണ്ടിട്ട് വേണം വരാൻ. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ഐഡന്റിറ്റീസ് ആണ്. എല്ലാവർക്കും വെൽക്കം ടു മനോരമ ഹൊറൈസൻസ് അനദർ യൂട്യൂബ് വീഡിയോ. ഐ എം ജസ്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ എന്താണ് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ? കുറച്ച് ഓൾജിബ്രായിക് ഫോർമുലാസ് ആണ് അല്ലേ കുറച്ച് ഫോർമുലാസ്. എന്താണ് നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടാവുമല്ലോ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിനെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾജിബ്രായിക് ഫോർമുലാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസിക്കലി ഐഡന്റിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനി ബിനോമിസ് നിങ്ങളെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് പഠിപ്പിച്ച് നിർത്തിയെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഇക്വേഷൻസും ഐഡന്റിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നോക്കിക്കേ, സപ്പോസ് ഞാൻ എഴുതുവാണ് x + 2 = 7. ഇതൊരു ഐഡന്റിറ്റി ആണോ ഓർ ഇക്വേഷൻ ആണോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്താണ്? നോക്കിക്കേ, ഇവിടെ ഞാൻ എക്സിന് 1 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? = 1 + 2 = 3 = 7 എന്ന് വരും. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. കാരണം എന്താണ്? 3ഉം 7ഉം ഈക്വൽ അല്ല. അതേസമയം ഞാനിവിടെ എക്സിന് 5 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 5 + 2 = 7 വരും. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്? എക്സിന് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുന്നുണ്ടല്ലേ. പക്ഷെ എല്ലാ കേസിലും ഇത് ട്രൂ ആണോ? അല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു ഇക്വേഷൻ ആണ്. എല്ലാ കേസിലും അല്ലെങ്കിൽ എക്സിന് എല്ലാ പോയിന്റിലും ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് പറയാൻ പറ്റും എന്താന്ന്, അതൊരു ഐഡന്റിറ്റി ആണെന്ന് പറയാൻ പറ്റും. അല്ലാത്ത കേസിലൊക്കെ അതെന്തായിരിക്കും? അതൊരു ഇക്വേഷൻ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് ഐഡന്റിറ്റീസ് പഠിക്കാനുണ്ട്. ആ ഐഡന്റിറ്റീസിലോട്ട് പോവാം. അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എന്താണ് 14 × 16? എന്താണ് 14 × 16? യൂഷ്വലി നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെ ചെയ്യും? 14 × 16 ചെയ്യും. എത്ര വരും? 6 × 4 24 വരും, 84 വരും. ടോട്ടൽ എത്ര വന്നു? 4 224 ആയിരിക്കും എന്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്തത്? നോർമൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ചെയ്തു. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെ വലിയ വലിയ മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഇത് എന്താണ്? ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ എല്ലാ കേസിലും നമുക്കിത് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നോക്കിയാലോ? നോക്കിക്കേ, നമുക്ക് 14 × 16 തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? 14 ഞാൻ എങ്ങനെ എഴുതുന്നു? 10 + 4 എന്ന് എഴുതുന്നു. 16 ഞാൻ എങ്ങനെ എഴുതുന്നു? 16 ഞാൻ 10 + 6 എന്നും എഴുതുന്നു. ഓക്കെ ആണല്ലോ. 14 ഞാൻ എങ്ങനെ എഴുതി? 10 + 4 എന്ന് എഴുതി. 16 ഞാൻ എങ്ങനെ എഴുതി? 10 + 16 എന്നും എഴുതി. അങ്ങനെയാണെങ്കിൽ 14 × 16 എനിക്ക് എങ്ങനെ എഴുതാം? 10 + 4 × 10 + 6 എന്ന് എഴുതാമല്ലോ. കാരണം എന്താ? സെയിം സാധനം തന്നെയാണല്ലേ നമ്മൾ സം ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇനി ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യണം? നമ്മുടെ ഈ 2 സമ്മുണ്ട്. ആ 2 സമ്മിൽ ആദ്യത്തെ സമ്മിലെ ഓരോ നമ്പറിനെയും രണ്ടാമത്തെ സമ്മിലെ ഓരോ നമ്പർ കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കേ, ഇവിടെ 10 ഉണ്ട്. 10 ഞാൻ സെക്കൻഡ് സമ്മിലുള്ള 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ സെക്കൻഡ് സമ്മിലുള്ള 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇപ്പുറത്തൊരു 4 ഉണ്ടല്ലോ. ഈ 4നെ ഞാൻ ഇതുപോലെ തന്നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇവരെയൊക്കെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും നോക്കാമല്ലോ. നോക്കിക്കേ, ആൻസർ എന്ത് വരും? 10 × 10 100 വരും, 10 × 6 60 വരും, പ്ലസ് 4 × 10 40 വരും, പ്ലസ് 6 × 4 24 വരും അല്ലേ. എത്ര വരും മൊത്തം? 200 + 24 വരും. അതെത്രയാണ്? 224 ആണ്. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ സെയിം ആൻസർ തന്നെയാണ് ഇവിടെ കിട്ടിയത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല? നോർമൽ ലോങ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ല. പകരം സിമ്പിളായിട്ട് എന്ത് ചെയ്തു? 0 വരുന്ന രീതിയിൽ അതിനെ സമ്മാക്കി മാറ്റി എഴുതിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? മൾട്ടിപ്ലിക്കേഷൻ വഴി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വേർഡ്സിൽ ജനറലൈസ് ചെയ്ത് എഴുതി എന്ത് പറയാൻ പറ്റും? To multiply a sum of positive numbers by a sum of positive numbers. ഒരു സമ്മിനെ മറ്റൊരു സം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സമ്മിലുള്ള എല്ലാ നമ്പേഴ്സിനെയും സെക്കൻഡ് സമ്മിലെ ഓരോ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. For any positive numbers x, y, u, v. 4 നമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? എക്സ്, വൈ, യു, വി. അവരെ ഞാൻ x + y × u + v, അതായത് സമ്മിൻ്റെ ഫോമിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ എഴുതി വെച്ചാൽ അവരെന്ത് എഴുതാം? xu + xv + yu + yv എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ.
അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അപ്പോൾ ആദ്യത്തെ ഐഡന്റിറ്റി പഠിച്ചല്ലോ. എന്താണ്? സമ്മിന്റെ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയുള്ള ഐഡന്റിറ്റിയാണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. സിമ്പിൾ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നതാണ് സ്ക്വയർ ഓഫ് എ സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? 61 സ്ക്വയർ എന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 61 സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? യൂഷ്വലി നമുക്കറിയാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 61 ഇൻറ്റു 61 ചെയ്യലാണ് അല്ലേ? 61 ഇൻറ്റു 16 നമ്മൾ ലോങ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ വേറൊരു മെത്തേഡ് പരിചയപ്പെടാൻ പോവാണ്. എന്താണ്? 61 സ്ക്വയറിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? 60 പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാൻ പോവാ. സെയിം ആണല്ലോ രണ്ടും. 61 ആണല്ലോ 60 പ്ലസ് 1 എന്ന് പറയുന്നത്. സോ 61നെ ഞാനൊരു സം ഓഫ് നമ്പേഴ്സ് എന്ന രീതിയിൽ എഴുതാൻ പോകുന്നു. അപ്പോൾ 60 പ്ലസ് 1 സ്ക്വയർ എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഇത് ഏത് ഫോമില കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന ഫോമിലല്ലേ ഇത് കിടക്കുന്നത്? എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന്? 60 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 60 ഇൻറ്റു 1 വരും അല്ലേ? അതായത് ട്വൈസ് ദെയർ പ്രൊഡക്റ്റ് വരും, പ്ലസ് എന്ത് വരും? ഒരു 1 സ്ക്വയറും കൂടെ വരും. ഇത് ബേസിക്കലി എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നല്ലേ നമ്മുടെ ഫോമുല? ഈ ഫോമുലേനെ നമ്മൾ എഴുതിയിരിക്കുന്ന മെത്തേഡാണ് എന്ത്? 60 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 60 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ആൻസർ എത്ര വരും? 60 സ്ക്വയർ എത്ര വരും? 3600 വരും, പ്ലസ് 2 ഇൻറ്റു 60 എത്ര വരും? 120 വരും, പ്ലസ് 1 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 3721 വരും അല്ലേ? അപ്പോൾ 61 ഇൻറ്റു 61 എന്നുള്ള നമ്മുടെ ലോങ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്തു? സം ഓഫ് നമ്പേഴ്സ് ആക്കി എഴുതിയിട്ട് അതിനെ ഒരു ഐഡന്റിറ്റി ഫോമിലാക്കി അല്ലേ? ഇനി അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എന്ത് പറയാം? ഫോർ എനി ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അതായത് സമ്മിലെ ഓരോ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ കണ്ടുപിടിച്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ട്വൈസ് ദെയർ പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ രണ്ടാമത്തെ ഐഡന്റിറ്റി സ്ക്വയർ ഓഫ് എ സം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് എ സം നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പം കണ്ടത് എന്താണ്? സ്ക്വയർ ഓഫ് എ സം ആണല്ലേ? ഒരു സമ്മിൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. അതിനെ വേർഡ്സിൽ എഴുതി നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സ്ക്വയർ ഓഫ് സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഈസ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ 2 നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സും കൂടാതെ ആൻഡ് ട്വൈസ് ദെയർ പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ സ്ക്വയർ ഓഫ് എ സം ഫോമുല അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആദ്യത്തെ ഐഡന്റിറ്റി എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ ആയിരുന്നു. ഇനി നമ്മൾ കണ്ട രണ്ടാമത്തെ ഐഡന്റിറ്റി എന്താണ്? രണ്ടാമത്തെ ഐഡന്റിറ്റി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തൊരു ഐഡന്റിറ്റി നോക്കിയാലോ? പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻസസ് ആണ് നമ്മുടെ അടുത്ത ഐഡന്റിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് സം കണ്ടു, സ്ക്വയർ ഓഫ് എ സം കണ്ടു, അടുത്ത എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻസസ് ആണ് അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻസസ് എന്ന് കേട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണ്? രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ. അങ്ങനെയുള്ള ഒരു പെയറിൻ്റെ പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 398 ഇൻറ്റു 197 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ 398നെ എനിക്ക് എങ്ങനെ എഴുതുന്നതാണ് എളുപ്പം? 300 പ്ലസ് 98 എന്ന് എഴുതുന്നതാണോ 400 മൈനസ് 2 എന്ന് എഴുതുന്നതാണോ? ഏതായിരിക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പം? 400 മൈനസ് 2 ആയിരിക്കും. മിക്കവാറും നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോഴെല്ലാം എന്ത് ചെയ്യണം? സീറോസിൽ ലാസ്റ്റ് ചെയ്യുന്ന നമ്പേഴ്സ് വെച്ച് മാത്രം എഴുതാൻ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പം എന്താണ്? സീറോസ് വെച്ചുള്ളതാണ് അല്ലേ? മറ്റേത് ചെയ്താൽ കൂടുതൽ കോംപ്ലിക്കേറ്റീവ് ആവുന്നതുകൊണ്ടാണ് സീറോസ് വെച്ചുള്ളത് എഴുതാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് 398നെ ഞാൻ എങ്ങനെ എഴുതുന്നു? 400 മൈനസ് 2 എന്ന ഫോമിൽ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ നിങ്ങൾക്ക് പറയാലോ 197നെ 100 പ്ലസ് 97 എന്ന് എഴുതുന്നതാണോ എളുപ്പം? അതോ 200 മൈനസ് 3 എന്ന് എഴുതുന്നതാണോ എളുപ്പം? 200 മൈനസ് 3 എന്ന് എഴുതുന്നതാണല്ലേ എളുപ്പം. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? 200 മൈനസ് 3 എന്ന് എഴുതുന്നു. അപ്പോൾ ഈ രണ്ട് പേരെയും നമ്മൾ എന്ത് ഫോമിൽ എഴുതി? ഒരു ഡിഫറൻസ്, രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഫോമിൽ എഴുതി. ഇനി ഇവരുടെ പ്രൊഡക്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് അല്ലെങ്കിൽ സമ്മേഷൻ്റെ കേസിൽ പ്രൊഡക്റ്റ് ഓഫ് സം ചെയ്ത പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻസ് ചെയ്യുന്നത്. സൈൻ മാത്രം ചെറിയ രീതിയിൽ മാറുമെന്നേ ഉള്ളൂ. അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 400 ഇൻറ്റു 200 ചെയ്യണം. അത് എത്ര വരും? 400 ഇൻറ്റു 200 ചെയ്യുക മൈനസ്
400 ഇൻറ്റു 3 ചെയ്യണം അല്ലേ? 400 ഇൻറ്റു 3 ചെയ്യുക. അടുത്ത നോക്കിയേ, അടുത്ത ആരെയാ? 2 ഇൻറ്റു 200 ചെയ്യണം. മൈനസ് 2 ഇൻറ്റു 200 ചെയ്തു. അടുത്ത ആരാ? -2 ഇൻറ്റു -3 ആണ്. അപ്പോൾ എന്ത് വരും? -2 ഇൻറ്റു -3 പ്ലസ് 6 വരും. ഇനി നമുക്ക് ഇവരെ സിംപ്ലിഫൈ ചെയ്താൽ മതിയല്ലോ. നോക്കിക്കേ, 400 ഇൻറ്റു 200 എത്ര വരും? 80,000 വരും അല്ലേ? 80,000 മൈനസ് 400 ഇൻറ്റു 3 എത്ര വരും? 1200 വരും. -2 ഇൻറ്റു 200 400 വരും പ്ലസ് 6 വരും അല്ലേ? അപ്പോൾ ഇത് എത്ര വന്നു? 78,400 വന്നു പ്ലസ് 6 ഉണ്ട് അല്ലേ? പ്ലസ് 6 ഇസ് ഈക്വൽ ടു എത്ര വന്നു? 78,406 അഥവാ 78,406 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്തൊരു ഐഡന്റിറ്റി ആയിട്ട് പഠിച്ചാലോ? അപ്പോൾ എന്ത് വരും? നോക്കിക്കേ, ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ യു വി, അങ്ങനെ 4 നമ്പേഴ്സിന് എക്സ് വൈ യു വി അങ്ങനെയുള്ള 4 നമ്പേഴ്സിന് വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് യു ഗ്രേറ്റർ ദാൻ വി, 2 കണ്ടീഷൻസും ഉണ്ടല്ലോ. എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ വൈയും യു ഗ്രേറ്റർ ദാൻ വിയും ആയിട്ടുള്ള 4 നമ്പേഴ്സിന് എന്ത് പറയാൻ പറ്റും? നോക്കിക്കേ, എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്താ പറയുന്നത്? എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി വരും അല്ലേ? എങ്ങനെ ചെയ്തേ? എക്സിനെ യു കൊണ്ടും വി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് യു മൈനസ് എക്സ് വി കിട്ടി. അതുപോലെ വൈ യുവിനെയും വൈ വിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് വൈ യു പ്ലസ് വൈ വി കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതുവരെ 3 ഐഡന്റിറ്റി ആയി. പ്രൊഡക്റ്റ് ഓഫ് എ സം നമ്മൾ പഠിച്ചു, സ്ക്വയർ ഓഫ് എ സം നമ്മൾ പഠിച്ചു, ഇപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻസ് ആയി. അടുത്ത എന്തായിരിക്കും? സ്ക്വയർ ഓഫ് എ ഡിഫറൻസ് ആണ്. അത് നോക്കാമല്ലോ. നോക്കിക്കേ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 99 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? 90 + 9 അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ എഴുതാനാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറൻസിൻ്റെ രീതിയിൽ എഴുതാൻ പോവാണ്. നേരത്തെ എന്താണ് പഠിച്ചത്? സമ്മിൻ്റെ രീതിയിൽ എഴുതിയ പോലെ ഇവിടെ ഞാൻ 99 സ്ക്വയറിനെ എങ്ങനെ എഴുതുന്നു? 100 - 1 സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതുന്നു. കാരണം എന്താണ്? 99 എന്ന് പറയുന്നത് എനിക്ക് 100 - 1 എന്ന് എഴുതാനാണ് എളുപ്പം. കാരണം 100ൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ 100 വെച്ചുള്ള ഓപ്പറേഷൻസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാമല്ലോ. 100 - 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. എന്ത്? നമ്മുടെ 100 - 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയറിന് പകരം നമുക്ക് 100 സ്ക്വയർ എന്ന് എഴുതാം, -2 ഇൻറ്റു 100 ഇൻറ്റു 1 എന്ന് എഴുതാം, പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇനി 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 10,000 വരും അല്ലേ? 10,000 -2 ഇൻറ്റു 100 എത്ര വരും? 200 വരും, പ്ലസ് 1ഉം വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 9,800 പ്ലസ് 1 വരും അല്ലേ? അതിൻ്റെ ആൻസർ എത്രയാ? 9,801 അഥവാ 9,801 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്തുള്ള ഐഡന്റിറ്റി നമുക്ക് പഠിക്കണമല്ലോ. ഐഡന്റിറ്റിയിലോട്ട് പോവാം. ഐഡന്റിറ്റി എന്താ പറയുന്നത്? ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയിട്ടുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈക്കും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഫോമുല എന്താ പഠിച്ചു വെച്ചേ? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, 4ാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡന്റിറ്റീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് നോട്ട് പോലെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എക്സാമിന് മുമ്പ് എടുത്തു നോക്കാൻ എന്തായാലും മറക്കരുത്. കാരണം ഐഡന്റിറ്റീസ് ആണ് നമ്മൾ റീസെൻ്റ്ലി നോക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് ഐഡന്റിറ്റീസ് എന്തായാലും പഠിച്ചു വെക്കുക. ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഐഡന്റിറ്റീസ് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അതിനെ ഞാനൊന്ന് വേർഡ്സ് പറഞ്ഞാൽ എന്ത് വരും? ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ്, 2 പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ കാണാൻ എന്ത് കണ്ടാൽ മതി? ട്വൈസ് ദെയർ പ്രോഡക്റ്റ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്, രണ്ടിൻ്റെയും സ്ക്വയേഴ്സ് സം ചെയ്തിട്ട് അതിൽ നിന്ന് ട്വൈസ് ദെയർ പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം വേർഡ്സ് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ ഒരു ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് പഠിച്ചു വെക്കുക? നിങ്ങൾ ഈ ഫോമുല അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓർത്ത് വെക്കുക. അതാണ് ഒന്നുകൂടെ എളുപ്പം എന്ന് പറയുന്നത്. കാര്യം വേർഡ്സ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഐഡന്റിറ്റി എന്തായാലും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഐഡന്റിറ്റി നോക്കിയേ. സം ആൻഡ് ഡിഫറൻസ് ആണ് നമ്മുടെ അടുത്ത ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്ത് കണ്ടു? സമ്മിൻ്റെ തന്നെ കണ്ടു, ഡിഫറൻസിൻ്റെ തന്നെ കണ്ടു. ഇനി നമ്മൾ ഈ സമ്മും ഡിഫറൻസും കൂടെ ഒരുമിച്ചുള്ളത് കാണാൻ പോവാണ്. നോക്കിക്കേ, 105 × 197 ആണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 105നെ ഞാൻ എങ്ങനെ എഴുതും? ഡിഫറൻസ് ആക്കി എഴുതുന്നതാണോ സം ആക്കി എഴുതുന്നതാണോ എനിക്ക് എളുപ്പം? സം ആക്കി എഴുതുന്നതാണ് അല്ലേ? കാരണം എന്താണ്? 100 + 5 എന്നാണ് എനിക്ക് എഴുതുന്നതാണ് എളുപ്പം. അതിനൊക്കെ 200 -
195 എന്ന് എഴുതുന്നതിനേക്കാളും അല്ലേ? അപ്പോൾ 105നെ ഞാൻ എങ്ങനെ എഴുതുന്നു? 105നെ എനിക്ക് എങ്ങനെ എഴുതാം? 100 + 5 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് 197 ആണല്ലോ. 197നെ എങ്ങനെ എഴുതുന്ന എളുപ്പം? ഡിഫറൻസ് ആക്കി എഴുതുന്നതാണോ സം ആക്കി എഴുതുന്നതാണോ? എന്തുകൊണ്ടും ഡിഫറൻസ് ആക്കി എഴുതുന്നതാണല്ലേ എളുപ്പം. അപ്പോൾ ഞാൻ എന്ത് എഴുതുന്നു? 200 - 3 എന്ന് എഴുതുന്നു. ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്ക് അല്ലെങ്കിൽ ഐഡന്റിറ്റി നിങ്ങൾക്ക് അറിയാം. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. ഇതുപോലെ തന്നെയായിരുന്നു എക്സ് പ്ലസ് വൈയും യു പ്ലസ് വിയും ആയിരുന്നു. ഇവിടെ എന്തായെന്നേ ഉള്ളൂ? യു മൈനസ് വി ആയെന്നേ ഉള്ളൂ. അപ്പോൾ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, സൈനിൻ്റെ മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 100 × 200 എത്ര വരും? 20,000 വരും അല്ലേ? 20,000 വരും. മൈനസ് 100 × 3 എന്ന് പറയുന്നത് എത്ര വരും? 300 വരും. പ്ലസ് 5 × 200 എത്ര വന്നു? 1000 വന്നു. മൈനസ് 3 × 5 എന്ന് പറഞ്ഞാൽ മൈനസ് 15 വന്നല്ലേ? ഇവിടെ നോക്കിക്കേ, ആൻസർ എത്രയാണ്? 20,000 നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ഓക്കെ, മൈനസ് 300 + 1000 എന്ന് പറഞ്ഞാൽ പ്ലസ് 700 ആണ്. മൈനസ് 15 വരും. അപ്പോൾ ഇതെന്ത് വന്നു? 20,700 മൈനസ് 15 വന്നു. അപ്പോൾ അതെത്ര വന്നു? 20,685 വന്നു അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ 105 × 197ൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള ഐഡന്റിറ്റി നമുക്ക് നോക്കണമല്ലോ. ഐഡന്റിറ്റിയിലോട്ട് പോവാം. ഐഡന്റിറ്റി നോക്കിക്കേ. ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ യു വി വിത്ത് യു ഗ്രേറ്റർ ദാൻ വി. എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ യു വിക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്ന് പറയുന്നത് എന്താണ്? എക്സ് യു മൈനസ് എക്സ് വി പ്ലസ് വൈ യു മൈനസ് വൈ വി ആണ്. ഓക്കെ, എന്തേ ചെയ്തുള്ളൂ? എക്സ് യു ചെയ്തു, എക്സ് വി ചെയ്തു, അതുപോലെ വൈ യു ചെയ്തു, വൈ വി ചെയ്തു അല്ലേ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ്റെ കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്? പ്ലസും പ്ലസും പ്ലസ് ആണ്, മൈനസും മൈനസും പ്ലസ് ആണ്. വേറെ എന്ത് വന്നാലും മൈനസ് ആയിരിക്കും. പ്ലസും മൈനസും വന്നാൽ മൈനസ് ആണ്, മൈനസും പ്ലസും വന്നാലും മൈനസ് ആയിരിക്കും. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ എക്സും വൈയും യുവും വിയും 4 പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇവിടെയും ഈ സെയിം നമ്പേഴ്സ് എക്സും വൈയും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ എന്ത് വരും? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഓക്കെ, അതിൻ്റെ ഒരു ഐഡന്റിറ്റി നോക്കാം. നോക്കിക്കേ, എന്താ പറയുന്നത്? ജനറൽ മെത്തേഡ് ടു ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 2 നമ്പേഴ്സ് യുക്കും വിക്കും പകരം നമ്മൾ എന്ത് തന്നെയാണ് എടുക്കുന്നത്? ആരുടെ ഡിഫറൻസ് തന്നെയാണ് എടുക്കുന്നത്? എക്സിൻ്റെയും വൈൻ്റെയും സം എടുത്ത പോലെ എക്സിൻ്റെയും വൈൻ്റെയും ഡിഫറൻസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നോക്കി, ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ വൈക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും. എളുപ്പമാണല്ലോ, ഓർത്ത് വെക്കണേ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഇനി അവരെ ഒന്ന് വേർഡ്സിൽ എഴുതിയേക്കുവാണ്. ഫോർ ദ പ്രൊഡക്റ്റ് ഓഫ് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഇസ് ദ ഡിഫറൻസ് ഓഫ് ദെയർ സ്ക്വയേഴ്സ്. എന്താണ്? സമ്മും ഡിഫറൻസും തമ്മിലുള്ള പ്രൊഡക്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? അവരുടെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, കുറച്ച് പ്രോബ്ലംസ് ചെയ്താലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 168 മൈനസ് 162 അല്ലേ? അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഐഡന്റിറ്റിയുടെ ഫോമിലാണ് കിടക്കുന്നത്. ഏത് ഐഡന്റിറ്റിയാണെന്ന് ഓർമ്മയുണ്ടോ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റിയുടെ ഫോമിലല്ലേ പഠിക്കുന്നത്? അത് ഏതാണെന്നാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പഠിച്ചത്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് 168നെയും 162നെയും എങ്ങനെ എഴുതാൻ പറ്റും? 168 പ്ലസ് 162 ഇൻറ്റു 168 മൈനസ് 162 എന്ന് എനിക്ക് എഴുതാമല്ലോ. ഇത് എത്ര വരും? 330 ഇൻറ്റു 6 അല്ലേ വരിക? 330 ഇൻറ്റു 6 വരുമ്പോഴത്തേക്കും എത്രയാവും? 1980 ആവും അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഐഡന്റിറ്റി എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആൻഡ് ഇപ്പം നമ്മൾ എന്ത് കണ്ടു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതിയാലും, അതായത് നേരത്തെ കണ്ട ഐഡന്റിറ്റിയുടെ നേരെ തിരിഞ്ഞാണല്ലേ നമ്മളിപ്പോൾ കണ്ടത്. റിവേഴ്സ് ആയാലും ഐഡന്റിറ്റി ട്രൂ ആണെന്നാണ് നമ്മുടെ തിയറം പറഞ്ഞു വെക്കുന്നത്. ഇൻ റിവേഴ്സ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദർ സം ആൻഡ് ഡിഫറൻസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഐഡന്റിറ്റി ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാമല്ലോ. അപ്പം ഇങ്ങനെ എഴുതിയാലും ട്രൂ ആണെന്നാണ് എന്ത് പറഞ്ഞു വെക്കുന്നത്? നമ്മുടെ റിസൾട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കിയാലോ. ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കേ. സോൾവ് യൂസിങ് ഓൾജിബ്ര 8½ ഇൻറ്റു 5 1/4 ആണ് നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലം എന്ന് പറയുന്നത്. ഓൾസോ റൈറ്റ് ദ ഐഡന്റിറ്റി യൂസ്ഡ് ഇൻ സോൾവിങ്. അപ്പോൾ ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. എന്തും മെൻഷൻ ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി നമുക്ക്
മെൻഷൻ ചെയ്യണം. അപ്പം നമുക്ക് എഴുതാമല്ലോ. എന്തെഴുതാം? അത് നമുക്ക് ചെയ്യേണ്ട ആൾക്കാരെ എടുത്തെഴുതാം. നോക്കിക്കേ, 8 1/2 ആണ് നമുക്ക് വേണ്ടത്. അവരെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8 + 1/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതുപോലെ 5 1/4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 + 1/4 എന്നും എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8 1/2 × 5 1/4 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8 + 1/2 × 5 + 1/4 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇനി ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? x + y × u + v = എന്ത് വരും? xu + xv + yu + yv വരും അല്ലേ? അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 8 × 5 വരും അല്ലേ? 8 × 5 + 8 × 1/4 വരും. അതുപോലെ അടുത്ത ആര് വരും? 1/2 × 5 വരും. 1/2 × 5. അതുപോലെ 1/2 × 1/4 വരും. അപ്പം ഇവിടെ എന്ത് വരും? 8 × 5 40 ആണ്. 8 × 1/4 എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 5/2 വരും. പ്ലസ് 1/8 വരും അല്ലേ? ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 40 + 2 42 ആണെന്നറിയാം. 42 + 5/2 + 1/8 ആണ്. ഇവരെല്ലാം നമ്മൾ 8ൻ്റെ ഡിനോമിനേറ്ററിലോട്ട് ആകത്തക്ക രീതിയിലാക്കുവാണ്. എന്ത് വരും? 42 × 8 വരും അല്ലേ? എത്ര വരും? 42 × 8 336 വരും അല്ലേ? 336 പ്ലസ് ഇവിടെ എന്ത് വരും? 20 വരും. ഇവിടെ 1 തന്നെ വരും അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ? 357/8 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്ത ഐഡൻറ്റിറ്റി ഏതാണ്? x + y × u + v = xu + xv + yu + yv ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കമ്പ്യൂട്ട് ദ സ്ക്വയർ ഓഫ് ദ 12.2 സ്ക്വയർ. 12.2 സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ സ്ക്വയർ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിനെ സമ്മാക്കി എഴുതണം അല്ലേ? അപ്പോൾ 12.2 സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12.2 ഹോൾ സ്ക്വയർ = 12 + 0.2 എന്ന് എനിക്ക് എഴുതാമല്ലോ. ഇനി ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? നമുക്കറിയാം, നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിരുന്നു. ഏതാണ് ഐഡൻറ്റിറ്റി? x + y ഹോൾ സ്ക്വയർ ഫോമിലാണല്ലേ കിടക്കുന്നത്. അതെന്താണ്? x² + 2xy + y² അല്ലേ നമ്മുടെ റിക്വയർഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? ആണല്ലോ. അങ്ങനെയാണ് ഇതേ രീതിയിൽ നമുക്കിതിനെ മാറ്റി എഴുതാം. എക്സ്പാൻഡ് ചെയ്ത് എഴുതാമല്ലോ. എന്ത് വരും? 12² + 2 × 12 × 0.2 + 0.2 ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? ഇനി 12² എത്ര വന്നു? 144 വന്നു. പ്ലസ് 2 × 12 × 0.2 എത്ര വന്നു? 24 × 2 48 വന്നു. അതായത് 4.8 വന്നു. ഇൻറ്റു 0.2ൻ്റെ സ്ക്വയർ എത്ര വരും? 0.04 വരും അല്ലേ? ഇവിടെ ഇൻറ്റു അല്ല, പ്ലസ് ആ കേട്ടോ. അപ്പോൾ എത്ര വന്നു? 148.84 വന്നു അല്ലേ? 148.84 ആണ് നമ്മുടെ 12.2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈസി ആയിട്ട് അതിന് ആൻസർ കണ്ടുപിടിച്ചല്ലേ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവാലുവേറ്റ് 498 × 98 യൂസിങ് ഐഡൻറ്റിറ്റി. 498ഉം 98ഉം ആണല്ലേ? അപ്പോൾ രണ്ടും കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു ഡിഫറൻസ്, അതായത് നമ്മുടെ 100ലോട്ട് എത്തുന്ന നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനെ ഡിഫറൻസ് ആയിട്ട് നോക്കണം. 100 കഴിഞ്ഞ് ജസ്റ്റ്, അല്ലെങ്കിൽ സീറോസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ സം എന്നുള്ള രീതിയിലും വേണം നോക്കാൻ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് ഈ 498നെ 98നെ ഒന്ന് മാറ്റി എഴുതാം. 498 × 98നെ എങ്ങനെ എഴുതാൻ പറ്റും? 500 - 2 എന്നെനിക്ക് 498നെ എഴുതാമല്ലോ. 98നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 100 - 2 എന്നും എഴുതാം. അപ്പോൾ ഏത് ഐഡൻറ്റിറ്റി എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും? നോക്കിക്കേ, രണ്ടും ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു x - y × u - v എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി. എന്ത് വരും? xu - xv - yu + yv വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കത് വെച്ച് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. എന്ത് വരും? നമ്മുടെ ക്വസ്റ്റ്യനെ എക്സ്പാൻഡ് ചെയ്താൽ 500 × 100 വരും അല്ലേ? അതെത്രയാണ്? 50,000 ആണ്. 50,000 മൈനസ് xv ആണല്ലോ. അതായത് 500 × -2 അതെത്ര വരും? -1000 വരും. അതുപോലെ -2 × 100 എത്ര വരും? -200 വരും.
-2 ഇൻറ്റു -2 എത്ര വരും? +4 വരും അല്ലേ? അപ്പോൾ ഇത് എത്ര വന്നു? 50,000 - 1000 എന്ന് പറയുന്നത് 49,000 വരും. -200 + 4 എത്ര വരും? 48,804 അഥവാ 48,804 ആണ് അല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. ആദ്യം നമ്മൾ എന്താ കണ്ടത്? പ്രൊഡക്റ്റ് ഓഫ് എ സം കണ്ടല്ലേ? പ്രൊഡക്റ്റ് ഓഫ് എ സം എന്തായിരുന്നു? x + y ഇൻറ്റു u + v = xu + xv + yu + yv ആണ് നമ്മൾ കണ്ടു. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ എന്താ കണ്ടത്? സ്ക്വയർ ഓഫ് എ സം കണ്ടല്ലേ? അതായത് ഒരു സമ്മിൻ്റെ സ്ക്വയർ ആക്കി എഴുതിയിട്ട് x + y ഹോൾ സ്ക്വയർ = x² + 2xy + y² നമ്മൾ കണ്ടല്ലോ. ഇനി മൂന്നാമത് നമ്മൾ എന്താ കണ്ടത്? പ്രൊഡക്റ്റ് ഓഫ് എ ഡിഫറൻസ് കണ്ടല്ലേ? പ്രൊഡക്റ്റ് ഓഫ് എ ഡിഫറൻസ് എങ്ങനെയായിരുന്നു? x - y ഇൻറ്റു നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റൻ ആണ്. x - y ഇൻറ്റു u - v = xu - xv - yu + yv ആണെന്ന് കണ്ടു. ഇനി അടുത്ത് നമ്മൾ എന്താ കണ്ടത്? സ്ക്വയർ ഓഫ് എ ഡിഫറൻസ് കണ്ടല്ലേ? സ്ക്വയർ ഓഫ് എ ഡിഫറൻസിൽ നമ്മൾ എന്താ കണ്ടത്? x - y ഹോൾ സ്ക്വയർ = x² - 2xy + y² ആണെന്ന് കണ്ടു. ലാസ്റ്റ് നമ്മൾ എന്താ കണ്ടത്? സമ്മും ഡിഫറൻസും തമ്മിലുള്ളത് കണ്ടല്ലേ? അതെന്തായിരുന്നു? x + y ഇൻറ്റു u - v = xu - xv + yu - yv ആണെന്ന് കണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് നമ്മൾ എന്താ കണ്ടത്? 4 നമ്പേഴ്സ്, അതായത് ഈ 4 നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സും വൈയും തന്നെയാണെങ്കിൽ x + y ഇൻറ്റു x - y ആണെങ്കിൽ അവിടെ എന്ത് വരും എന്നാണ് പറഞ്ഞ ഐഡന്റിറ്റി? x² - y² വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സ്റ്റേ ട്യൂൺ ടു മനോരമ ഹൊറൈസൺസ് യൂട്യൂബ് വീഡിയോ. Manorama Horizon. Learning made simple.